നീയൻ സ്വന്തം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഹരിയാവന്റെ വീട്ടിലാക്കി കണ്ണൻ നേരെ പോയത് ശ്രീനിലയത്തിലേക്കാണ്. മുത്തശ്ശി അവനെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങോട്ടേക്കൊരു തിരിച്ചുപോക്ക് മനസ്സുകൊണ്ട് അവൻ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും മുത്തശ്ശി വിളിക്കുമ്പോൾ പോവാതിരിക്കാനാവില്ല. അത് അവർക്കും അറിയാം. നേരം ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ ശ്രീനിലയത്തിലെ പ്രമാണിമാരെല്ലാം ഉറക്കം പിടിച്ച് കാണുമെന്നും ആ മുഖങ്ങളിലെ നീരസം ദർശിക്കേണ്ടതില്ലെന്നും അവനിലൊരു ആശ്വാസമുണ്ടായിരുന്നു. പോർച്ചിലേക്ക് കാർ ഓടിച്ച് കയറ്റുന്നതിനിടെ തന്നെ ആരെയോ സ്വീകരിക്കാനെന്ന പോലെ മലർക്കെ തുറന്നു വെച്ച ഉമ്മറവാതിൽ കണ്ടതും കണ്ണന്റെ നെറ്റി ചുളിഞ്ഞു. ഇതുങ്ങൾക്കൊന്നും ഉറക്കമല്ലേ ദൈവമേ. പിറുവിരുത്തുകൊണ്ടാണ് കണ്ണൻ കാറിന്റെ ഡോറ് തുറന്നിറങ്ങിയത്. വാതിൽ തുറന്ന് കിടപ്പുണ്ടെങ്കിലും കയറി ചെല്ലുമ്പോൾ ഹാളിലോ ആ പരിസരത്തോ ആരെയും കാണാത്തതിന്റെ ആശ്വാസം കണ്ണന്റെ മുഖത്തുണ്ടായിരുന്നു. മുന്നോട്ട് വെക്കുന്ന ഓരോ അടിയിലും അവന് റിമിയെ ഓർമ്മ വന്നു. മുഖത്തുള്ള ശാന്തത മാഞ്ഞു, പകരം വലിഞ്ഞു മുറുകി. നേരെ മുത്തശ്ശിയുടെ അരികിലേക്കാണ് ചെന്നത്. അവരുറങ്ങിക്കാണുമോ എന്നൊരു സന്ദേഹമുണ്ടായിരുന്നുവെങ്കിലും വിളിച്ചിട്ട് വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കാത്ത് അവരുണ്ടാവുമെന്നൊരു തോന്നലിൽ കണ്ണൻ അങ്ങോട്ടേക്ക് തന്നെ നടന്നു. പക്ഷേ വാതിൽ കടന്ന് കയറി ചെന്നതിന് മുമ്പിൽ ശ്രീനിലയത്തിലെ പ്രജകളെല്ലാം മുത്തശ്ശിയുടെ ചുറ്റും നിരന്നിരിക്കുന്ന കാഴ്ച അത്ഭുതത്തിനുമപ്പുറം ആശങ്കയാണ് നൽകിയത്. ഇരട്ട മുഖമുള്ളവരാണ്. ഇനിയും വിശ്വസിച്ചു വഞ്ചിക്കപ്പെടാൻ വയ്യ. കണ്ണാ, വാ മോനെ. വാതിൽക്കൽ തറഞ്ഞു നിൽക്കുന്ന കണ്ണിന് നേരെ നോക്കി മുത്തശ്ശി സ്നേഹത്തോടെ കൈ നീട്ടി. അവിടെയുള്ളവരുടെ എല്ലാം കണ്ണുകൾ തന്നിലാണെന്നുള്ള ഓർമ്മ കണ്ണനെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. വാ. വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നവനെ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അരികിലേക്ക് ക്ഷണിച്ചു. തന്നെ നോക്കുന്ന ആർക്ക് നേരെയും നോട്ടം നീളാതെ കണ്ണൻ മുത്തശ്ശിയുടെ അടുത്ത് പോയിരുന്നു. വല്ലതും കഴിച്ചോ നീയ്? ചുളിഞ്ഞ കൈകൾ കൊണ്ട് തലോടി ആദ്യം അന്വേഷിച്ച അതായിരുന്നു. കണ്ണൻ ചിരിയോടെ തലയാട്ടി. അസുഖകരമായൊരു മൗനം അവിടമാകെ ചുറ്റി തിരിയുന്നുണ്ടായിരുന്നു. ആരാധ്യം ഭേദിക്കുമെന്നറിയാൻ വേണ്ടി മനഃപൂർവ്വം തളം കെട്ടി നിൽക്കുന്ന പോലെ. ഉള്ളിലെ ദേഷ്യം കൊണ്ട് കണ്ണൻ അവരോട് യാതൊന്നും പറയാനുണ്ടായിരുന്നില്ല എങ്കിലും ഉള്ളിലെയുന്ന കുറ്റബോധവും വേദനയും മറ്റുള്ളവർ അവനോട് മിണ്ടുന്നതിൽ നിന്നും പുറകോട്ട് വലിച്ചുകൊണ്ടിരുന്നു. എന്തായി കണ്ണാ കാര്യങ്ങളൊക്കെ? മുത്തശ്ശി തന്നെയാണ് മൗനമുടച്ചത്. ഏറെക്കുറെ സെറ്റാണ് മുത്തശ്ശി. ബാക്കിയുള്ള നാളെ റെഡിയാക്കണം. എല്ലാത്തിനും ഓടാൻ ഞാൻ ഒറ്റക്കല്ലേ? കുറ്റപ്പെടുത്തലിന്റെ ധ്വനിയുണ്ടായിരുന്നു കണ്ണനത് പറയുമ്പോൾ. എങ്കിൽ നാളെ മുതൽ നിനക്കൊപ്പം നിന്റെ മാമന്മാർ കൂടി ഉണ്ടാവും. വല്ലാത്തൊരാവേശത്തിലാണ് മുത്തശ്ശി അത് പറഞ്ഞതെങ്കിലും കണ്ണന്റെ മുഖത്ത് നിറഞ്ഞ പുച്ഛമായിരുന്നു. ചെയ്തു പോയതൊന്നും നിനക്ക് അത്ര പെട്ടെന്ന് മറന്നു കളയാനാവില്ലെന്ന് മുത്തശ്ശിക്കും അറിയാൻ കണ്ണ. പക്ഷേ ചെയ്തു കൂട്ടിയ തെറ്റ് തിരുത്താൻ ഇവർക്ക് നീ ഒരവസരം കൂടി കൊടുക്കണം. ക്ഷമിക്കണം മുത്തശ്ശി. ശാന്തമായി പറഞ്ഞുകൊണ്ട് കണ്ണൻ എഴുന്നേറ്റു. മുത്തശ്ശി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് കടന്നു വന്നത്. നാളെ കഴിഞ്ഞ് നടക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മുത്തശ്ശിക്കും അറിയാലോ. ചുറ്റുമൊന്ന് ഓടി നടന്നതിന് ശേഷം കണ്ണൻ്റെ കണ്ണുകൾ മുത്തശ്ശിയിൽ തടഞ്ഞു നിന്നു. എനിക്കൊരു വിശ്വാസമില്ല മുത്തശ്ശി. ചെയ്തു തന്ന ഉപകാരങ്ങളൊന്നും ഞാനൊരിക്കലും മറക്കുകയില്ല. കണ്ണൻ കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു. മുത്തശ്ശിക്ക് എന്നെയോ സീതയോ കാണാൻ ആഗ്രഹിക്കുന്ന നിമിഷം യാതൊരു മടിയും വിചാരിക്കാതെ വിളിച്ചോളണം. ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ വന്നിരിക്കും. അതുകൂടി പറഞ്ഞുകൊണ്ട് കണ്ണൻ തിരിഞ്ഞടന്നിരുന്നു. മോനെ. സ്നേഹം ചാലിച്ച മാന്ത്രികത നിറഞ്ഞ ഒറ്റ വിളിയിൽ കണ്ണന്റെ കാലുകളുടെ ചലനം നിലച്ചു. തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അവൻ അനങ്ങാതെ നിന്നുപോയി. നീ പറഞ്ഞ ഓരോ വാക്കും കേൾക്കാൻ ഞങ്ങൾ അർഹരാണ്. അതിനാൽ തന്നെയും അതിലൊന്നിനും നിന്നോട് പരിഭവമില്ല. എനിക്കെന്നല്ല, ഇവിടെ ആർക്കും. അവിടെ കൂടിയ എല്ലാവരുടെയും മനസ്സാണപ്പോൾ പ്രതാപവർമ്മയിൽ ഉണ്ടായിരുന്നത്. തെറ്റുകൾ തിരുത്താൻ ആഗ്രഹിക്കുന്നവർക്കൊരവസരം, അതാണ് ആവശ്യപ്പെടുന്നത്. നീ തോൽക്കുകയല്ല, ഞങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് വലുതാവുകയാണ് കണ്ണ്. അങ്ങനെ ചെയ്യുമ്പോൾ കണ്ണന്റെ തോളിൽ പ്രതാപ് വർമ്മയുടെ കൈകൾ മുറുകി. സ്നേഹത്തോടെ നോക്കുന്ന വല്യമാമയെ കണ്ണൻ അപ്പോഴും സംശയത്തിന്റെ മുനയോടെയാണ് സ്വീകരിച്ചത്. തിരിച്ചൊന്നും പറയാതെ മുത്തശ്ശിയെ ഒന്നുകൂടി നോക്കിയതിന് ശേഷം കണ്ണൻ ഇറങ്ങിപ്പോയി. അവനൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു പിന്നീടുള്ള പുലരി മുതൽ കണ്ടു തുടങ്ങിയത്. വീട്ടിലൊരു കല്യാണമേളം ഒരുങ്ങി. ശ്രീനിലയത്തിലെ വിശാലമായ മുറ്റത്ത് വെയിൽ ഉദിച്ചതിനു മുന്നേ ഉയർന്ന മണ്ഡപം. ടൗണിലുള്ള ഒരു ഹോട്ടൽ റിസപ്ഷൻ പറഞ്ഞു വെച്ചിരുന്ന കണ്ണൻ സ്വന്തം തറവാട്ടുമുറ്റത്തെ കല്യാണ ഒരുക്കങ്ങളിലെ തകൃതിയിലേക്ക് നോക്കി നിന്നുപോയി. വലിയ മാമ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും ഇത്രയും സഹകരണമെന്ന് അവനും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്വന്തം വീട്ടിലെ കുട്ടിയുടെ കല്യാണത്തിനെന്ന പോലെ ഉത്സാഹത്തിൽ ഓരോന്നിനും ഓടുന്നവരെ നോക്കി കണ്ണൻ നിർവൃതിയോടെ നോക്കി നിന്നു. തന്നേക്കാൾ അതിൽ സന്തോഷം ആദിക്കും സിദ്ധുവിനാണെന്ന് തോന്നി കണ്ണന്. രണ്ടും കൂടി നിലത്തൊന്നുമല്ല. ഇതിനിടയിൽ ഹരി 2 പ്രാവശ്യം വിളിച്ചിരുന്നു. ശ്രീനിലത്തിലുള്ളവരുടെ മാറ്റം കണ്ണൻ പറഞ്ഞിട്ടും അവനങ്ങോട്ട് ദഹിക്കാത്ത പോലെ. ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ എന്ന് പലയാവർത്തി പറഞ്ഞു. ഇന്നലെ രാവിലെ മുതൽ നല്ല അലച്ചിലുണ്ടായിരുന്നുകൊണ്ട് തന്നെ രാത്രി കിടന്നയുടൻ ഉറങ്ങിപ്പോയിരുന്നു. സീതയെ വിളിക്കണമെന്ന് കരുതിയിരുന്നുവെങ്കിലും ക്ഷീണം കൊണ്ട് അതിനൊന്നും നിന്നില്ല.
രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെയും മുറ്റം മുതൽ അകത്തളങ്ങൾ വരെയും ബഹളമയമാണ്. പണവും പ്രതാപവും പറഞ്ഞു മാറ്റി നിർത്തിയവരെയെല്ലാം ശ്രീനിലയത്തിലെ കൊച്ചുമോന്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ അവരാരും മറന്നിട്ടില്ല. പാതിരാത്രി എപ്പോഴും ഉറക്കം ഞെട്ടി പാറു എഴുന്നേൽക്കുമ്പോൾ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഒരു സൈഡിൽ ലല്ലുവും മറു സൈഡിൽ അജുവും കിടക്കുന്നുണ്ട്. ഇന്നൊരു ദിവസം കൂടിയ വല്യേച്ചി നമ്മളിങ്ങനെ കിടക്കൂ, ഇനി കുറെ കാലം വേണ്ടി വന്നേക്കെന്ന് പറഞ്ഞുകൊണ്ട് അരികിൽ ചേർന്ന് കിടന്നാണ് അജു. കണ്ണനൊപ്പം അവനും കൂടി പോകുന്നുണ്ടല്ലോ. നാളെ വെളുക്കുന്നതോടുകൂടി തൻ്റെ ജീവിതം തന്നെ മാറി മറിയും. ആ ഓർമ്മയിൽ തന്നെ അവളുടെ ഉള്ളം തുടിച്ചു. ഹരിയുടെ പ്രണയാർദ്രമായ മുഖം ഉള്ളിൽ മിന്നി. അവളിലെ കാമുകി തരളിതയായി. തലചരിച്ച് നോക്കുമ്പോൾ സീതയും നല്ല ഉറക്കത്തിലാണ്. ഈ പെണ്ണിന് പേടിയൊന്നുമില്ലേന്നാവോ? പിന്നെ ഉറക്കം വരാഞ്ഞതും പാറുമുടി വാരി പിടിച്ചു കെട്ടിക്കൊണ്ട് എഴുന്നേറ്റു. കല്യാണ വീടിന്റെ മേളങ്ങളൊന്നുമില്ല. ആകെയുള്ളത് സുനിൽ മാമയും കുടുംബവുമാണ്. അവരങ്ങ് അമ്പലത്തിൽ വരാമെന്നാണ് പറഞ്ഞത്. പാറുവിന്റെ കാര്യം കൂടി അജു വിളിച്ചു പറഞ്ഞിരുന്നു. ആദ്യം ശ്രീനിലയത്തിൽ വെച്ച് കണ്ണൻ സീതക്ക് താലി ചാർത്തും. അതിനുശേഷം ഹരി പാറുവിനെ സ്വന്തമാക്കും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നേരെ ഇരുട്ട് തന്നെയാണ്. നേരം വെളുത്തിട്ടില്ല. അവരുടെ ഉറക്കം ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി പാറു പുറത്തേക്ക് ഇറങ്ങി. ഹാളിലെ ലൈറ്റിട്ടുകൊണ്ട് അവൾ മേശയിൽ തലവെച്ച് കിടന്നു. ഉള്ളിലൂടെ ഇളകി മറിയുന്ന കടലിലെ ഓളങ്ങൾ അവളിൽ പ്രകമ്പനം കൊള്ളിച്ചു. വർഷങ്ങൾക്ക് മുന്നേ യാതൊരു വികാരവുമില്ലാതെ ആർക്കൊക്കെയോ വേണ്ടി ഗിരീഷിന്റെ താലിക്ക് കഴുത്ത് നീട്ടിക്കൊടുത്ത അവളെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവൻ ഉപേക്ഷിച്ച് കളഞ്ഞതോടെ ഇനിയൊരു ജീവിതം മുന്നിലില്ലെന്ന് മനസ്സുകൊണ്ട് എന്നോ ഉറപ്പിച്ചതായിരുന്നു. അവൾക്ക് ആ നിമിഷം ഹരിയെ വിളിക്കണമെന്ന തോന്നൽ അതിശക്തമായി. തുടിക്കുന്ന ഹൃദയത്തോടെ തിരികെ മുറിയിലേക്ക് ചെന്നു. സീതയുടെ ഫോൺ തപ്പിയെടുത്ത് തിരികെ ഇറങ്ങിപ്പോരുന്നവൾക്ക് ഒരു കള്ളന്റെ ഭാവങ്ങളൊക്കെ വന്നിരുന്നു. ആ നേരം വിളിക്കുന്നതിൽ അനൗചിത്യമോ വിളിച്ചാൽ അവനോട് എന്ത് പറയുമെന്നോ അവൾ ഓർത്തില്ല. ആ സ്വരമൊന്ന് കേട്ടാൽ മാത്രം ശാന്തമാവുന്ന ഹൃദയമിടിപ്പ് അവളെ പരമാവധി പ്രോത്സാഹിപ്പിച്ചു. ഒന്നോ രണ്ടോ പെള്ളി മാത്രം. പ്രസന്നമായ ഹരിയുടെ സ്വരം. നിനക്ക് ഉറക്കൊന്നുമില്ല പെണ്ണേ? സീതയാണെന്ന് കരുതി കാണും. പാറു ശ്വാസം പിടിച്ച് നിന്നുപോയി. ഹലോ? വീണ്ടും ചോദിക്കുന്നവന്റെ സ്വരത്തിൽ അല്പം വെപ്രാളമുണ്ടോ? എന്നിട്ടും പാറു മിണ്ടിയില്ല. ഏയ് പാറു, നീയാണോ? അവൾ ഉത്തരം കൊടുത്തില്ല എങ്കിലും ഹൃദയം ഹൃദയത്തെ തൊടുന്ന പോലെ ഹരി അവൾ അറിഞ്ഞിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായിരുന്നു അവന്റെ ഭയം മുഴുവനും. പാറു വീണ്ടും വിളിക്കുന്നു. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. വാക്കുകൾ പെറുക്കിക്കൂട്ടി പറഞ്ഞപ്പോഴേക്കും ആ തണുപ്പുള്ള പുലർച്ചയെപ്പോലും പാറു വിയർത്തുപോയിരുന്നു. ഹരിയുടെ ഒരു ദീർഘനിശ്വാസം കേട്ടിരുന്നു. ഉറങ്ങിയില്ല പാറു? എത്ര പെട്ടെന്നാണ് അവന്റെ ശബ്ദത്തിൽ പ്രണയം കയറി കൂടിയത്. പാറു അതിശയത്തോട് ഓർത്തു. നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് പാറു മേശയിലേക്ക് കവിൾ ചേർത്ത് വെച്ച് കിടന്നു. പേടിച്ചിട്ടാണോ? ഹരിയുടെ നേരത്തെ സ്വരം. പാറു ഒന്നും മിണ്ടിയില്ല. നാളെ ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് ഓർത്തിട്ടാണോ? ഹരി കുറച്ചുകൂടി വ്യക്തമായി ചോദിച്ചു. ഹരി എന്ന കൂട്ടുകാരൻ്റെ അരികിലേക്ക് വാ പാറു. നീ ആദ്യം. നീ ആഗ്രഹിക്കുന്നവരെയും നിന്നെ ഭയപ്പെടുത്തുന്ന ആ ഭർത്താവ് പുറത്തു വരില്ല. അതുപോലെ. ഹരിയുടെ ചിരിയോടെയുള്ള സംസാരം. ഉള്ളിലെ സംഘർഷം നീങ്ങി. പകരം അവിടെ പുതിയ പൂക്കൾ വിരിയുന്നു. അവനു വേണ്ടി മാത്രം സൗരഭ്യം വിടർത്തുന്ന പൂക്കൾ. റെഡ് ചില്ലി കളറുള്ള സാരിയിൽ സീത ജ്വലിച്ച് നിന്നപ്പോൾ സാമ്പിളായിട്ടുള്ള ഒരു സെറ്റ് സാരിയാണ് പാറുവിനെ സുന്ദരിയാക്കിയത്. വിളറി വെളുത്തുപോയെങ്കിലും സുന്ദരമായ മുഖത്ത് ഭയമോ ആശങ്കയോ എന്ന് വിവേചിച്ചറിയാൻ കഴിയാത്തൊരു ഭാവം. പാറുവിന്റെ കുറവ് കൂടി നികത്താൻ എന്ന പോലെ ലല്ലുമോൾ കാര്യമായി തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. സീതയ്ക്കും പാറുവിനും വേണ്ടി ബ്യൂട്ടീഷ്യനെ കാണാൻ ഏർപ്പാട് ചെയ്തിരുന്നുവെങ്കിലും തനിക്കത് വേണ്ട എന്നുള്ളത് പാറുവിന്റെ തീരുമാനം അല്പം കടുത്തതായിരുന്നു. അവളുടെ ശീലം അറിയാവുന്നത് കൊണ്ട് തന്നെ സീതയോ അജുവോ നിർബന്ധിച്ച് പറഞ്ഞതുമില്ല. മേക്കപ്പിനെ കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു സീതയ്ക്കും. ജനിച്ചിട്ട് ഇന്നുവരെയും പൗഡർ അല്ലാത്തൊരു വസ്തു ഉപയോഗിച്ചിട്ടില്ല എന്നതിനാൽ ആ പരിപാടി സീതയ്ക്കും വലിയ താല്പര്യമായി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ സിമ്പിളായി മതിയെന്ന് വീണ്ടും വീണ്ടും പറയാൻ അവൾ മറന്നതുമില്ല. ഈ കുറവുകളെല്ലാം നികത്തിയാണ് ലല്ലുമോൾ ഒരുങ്ങിയിറങ്ങിയത്. ബേബി പിങ്ക് ലോങ് ഉടുപ്പിൽ ഒരു മാലാഖയെ പോലെ അവളെ ഒരുക്കിയെടുത്തിരുന്നു. പാറുവിന് അവളെ നോക്കുമ്പോഴൊക്കെയും കണ്ണുകൾ നീറി. തന്റെ മോൾ സന്തോഷിക്കുകയാണ്. എന്താണ് നടക്കുന്ന ആഘോഷം എന്ന് പോലും അറിയില്ലെങ്കിലും അവൾ സന്തോഷത്തിന്റെ കൊടുമുടിയിലാണ്. ഇനി അവൾക്ക് വേദനിക്കേണ്ടി വരില്ലെന്ന് ഉറപ്പാണ്. ആരുമില്ലെന്നോർത്തും സങ്കടപ്പെടേണ്ടി വരില്ല. അതിനുള്ള അവസരം ഹരിയോ അവന്റെ വീട്ടുകാരോ വരുത്തില്ലെന്നും അറിയാം. പക്ഷേ ലോകത്തൊരു കുഞ്ഞിന് ഇതുപോലുള്ള ഒരു ചടങ്ങിന് സാക്ഷിയാവേണ്ടുന്ന അവസ്ഥ കൊടുക്കില്ലേ ദൈവമേ എന്ന് മൂകമായ പ്രാർത്ഥനയിലായിരുന്നു പാറു അവളെ നോക്കുമ്പോഴൊക്കെയും. കണ്ണൻ രണ്ടുപേർക്കും ഇടാൻ ഇത്തിരി ആഭരണങ്ങളെല്ലാം കൊടുത്തിരുന്നുവെങ്കിലും അതിലേക്കും പാറുവിന്റെ കണ്ണുകൾ നീണ്ടില്ല. കഴുത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ആ കുഞ്ഞുമാല മാത്രമായിരുന്നു അവളിൽ ആകെ ഉണ്ടായിരുന്ന അലങ്കാരം.
ഒടുവിൽ സീത ഒരുപാട് നിർബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് 2 കൈയിലും ഓരോ വള കൂടി എടുത്ത് അണിഞ്ഞത്. അതോടെ ഒരുക്കവും തീർന്നു. അച്ഛന്റെ മാലയിട്ട് വെച്ച ഫോട്ടോയിലേക്ക് നോക്കി കൈകൂപ്പി നിൽക്കുമ്പോൾ പാറുവിനും സീതയ്ക്കുമൊപ്പം അജുവിന്റെ കണ്ണുകൂടി നിറഞ്ഞിരുന്നു. ഫോട്ടോയായിട്ട് പോലും അമ്മയുടെ സാന്നിധ്യമില്ല എന്നത് ആ ദിവസം അവരങ്ങേയറ്റം വേദനിപ്പിച്ചിരുന്നുവെങ്കിലും 3 പേരും പരസ്പരമൊന്നും പറഞ്ഞില്ല. ഇനി പോയാലോ ലിച്ചി? ഹൃദയഭാരം കൂടിയ അവസ്ഥയിൽ നിന്ന് തിരിഞ്ഞിറന്നുകൊണ്ട് അജുവാണ് ചോദിച്ച്. കണ്ണന്റെ കാർ അവനെ ഏൽപ്പിച്ചിരുന്നു. സീതയെയും പാറുവിനെയും കൂട്ടി നേരെ ശ്രീനിലയത്തിലേക്ക് എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ ചെക്കന്റെ വീട്ടിൽ കല്യാണത്തിന് വേദിയൊരുങ്ങുന്ന അത്ര പതിവുള്ള കാര്യമല്ലായിട്ട് കൂടിയും കണ്ണന്റെയും ഹരിയുടെയും തീരുമാനം ഉറച്ചതായിരുന്നു. അതിന് സഹിക്കേണ്ടി വരുന്നെല്ലാം നേരിടാൻ അവരൊരുക്കമായിരുന്നു. കണ്ണന് മുത്തശ്ശിക്ക് വേണ്ടി ആ ചടങ്ങ് ശ്രീനിലയത്തിന്റെ മുറ്റത്തിന് നടത്തേണ്ടി വന്നപ്പോൾ ഹരിയും അവന്റെ കൂടെ നിൽക്കുകയായിരുന്നു. ഹൃദയഭാരത്തോടെ തന്നെ പാറുവും സീതയും ഒന്ന് പരസ്പരം നോക്കി. വേദന തിങ്ങിയ മുഖത്തോടെ പാറു നീട്ടിപ്പിടിച്ച കൈയിലേക്ക് സീത പറ്റിപ്പിടിച്ച് ചേർന്ന് നിന്നു. അമ്മയാണ്. അവളുടെ 13 വയസ്സ് മുതൽ തനിക്കവൾ അമ്മ കൂടിയാണ്. സീതയുടെ ഉള്ള മലമുറയിട്ടു, പക്ഷേ കരഞ്ഞില്ല. അത് പാറുവിനെ കൂടി തളർത്തിക്കളയുമെന്ന് ഉറപ്പായിരുന്നു. സാധാരണ കരച്ചിൽ കണ്ടാൽ ഒഴിഞ്ഞു പോവാറുള്ള ലല്ലുമോളെന്ന് പോവാനുള്ള ധൃതി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തീർക്കുന്നുണ്ട്. പോവാൻ ചേച്ചി. സീത തന്നെയാണ് പാറുവിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് ആദ്യം പറഞ്ഞത്. മേളിനെ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അടുക്കളവാതിലടക്കാൻ പാറു നടന്നു പോകുന്ന സീത വേദനയോടെ നോക്കി നിന്നു. അവളുടെ ലോകം ഏറെക്കുറെ അടുക്കള ചുമരിനുള്ളിൽ തന്നെ ആയിരുന്നുവല്ലോ. വാതിലടച്ച് തിരിഞ്ഞിട്ട് പാറു വീണ്ടും ഒന്നുകൂടെ നോക്കിയതിനു ശേഷമാണ് തിരികെ വന്നത്. താഴെ നിന്ന് കാറിന്റെ ഹോണടി കേൾക്കുന്നുണ്ട്. അജുവിനൊപ്പം ലല്ലുകൂടി പോയിരുന്നു. ഉമ്മറവാതിൽ പൂട്ടിയിറങ്ങിയതും പാറുവാണ്. സീത അവളെ കാത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി നിന്നിരുന്നു. ഒരുമിച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ലല്ലു കൂർപ്പിച്ച് നോക്കുന്നത് കണ്ടു. വൈകിപ്പോയതുകൊണ്ടായിരിക്കും ദുഃഖം തളം കെട്ടിയ കണ്ണോടെ അജു മുന്നിലേക്ക് നോക്കിയിരുന്നു. സഹോദരിമാർക്കൊരു ജീവിതം കിട്ടുന്നതിന്റെ സന്തോഷം ഒരു വശത്ത് ആകാശത്തോളം ഉയരങ്ങളിൽ ഉണ്ടെന്നിരിക്കെ തന്നെ ഇനി അവർക്കൊപ്പം തനിക്ക് കഴിയാനാവില്ലല്ലോ എന്നതൊരു കുഞ്ഞു സങ്കടമായി അവനുള്ള നീറിപ്പുകഞ്ഞു. ലല്ലു ഗമയിൽ അജുവിനൊപ്പം മുന്നിലിരിക്കുന്നതുകൊണ്ട് തന്നെ സീതയും പാറുവും പിൻസീറ്റിലാണ് കയറിയത്. അവർ കയറിയെന്ന് പിന്നിലേക്ക് നോക്കി ഉറപ്പിച്ചിട്ടാണ് അജു കാറ് മുന്നോട്ടെടുത്തത്. പാതയോരങ്ങളെ പിന്നോട്ട് നീക്കിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ 2 പേരിലും വീണ്ടും വെപ്രാളം നിറയുന്നുണ്ടായിരുന്നു. പരസ്പരം അത് അറിയിക്കാതിരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാണുന്നില്ലല്ലോ കണ്ണ. ഹരിയുടെ കണ്ണുകൾ വീണ്ടും ശ്രീനിലയത്തിന്റെ പടിപ്പുരയോളം നീണ്ടു. വരൂട, ആവുന്നേയുള്ളൂ. കൈകളുടെ വാച്ചിലേക്ക് നോക്കി കണ്ണൻ അവനെ ആശ്വസിപ്പിച്ചു. എന്നിട്ടും ഹരിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല. പാറുവിന്റെ കഴുത്തിൽ ഒരു താലി ചാർത്തി അവളെ സ്വന്തമാക്കും വരെയും ആ മനസ്സിലെ സംഘർഷം പൂർണ്ണമായും വിട്ടൊഴിഞ്ഞു പോവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ കണ്ണൻ പിന്നെയൊന്നും പറയാൻ നിന്നില്ല. മുഹൂർത്തമാവാൻ ഇനിയും സമയമുണ്ട്. അവന്റെ കണ്ണുകൾ വീണ്ടും മണ്ഡപത്തിന് നേരെ നീണ്ടു. അതിനു മുന്നിൽ നിരത്തിയിട്ട കസേരകളിൽ ശ്രീനിലയത്തിലെ ഒട്ടുമിക്ക പേരുമുണ്ടായിരുന്നു. തലയെടുപ്പോടെ അതിനേക്കാൾ ആവേശത്തോടെ ഇരിക്കുന്ന നാരായണി മുത്തശ്ശിയിൽ അവന്റെ കണ്ണുകൾ തങ്ങി നിന്നിരുന്നു. സീതയെ തനിക്ക് തന്ന ദൈവത്തിനൊപ്പം തന്നെ സ്ഥാനം മുത്തശ്ശിക്കുമുണ്ടെന്ന് കണ്ണിന് തോന്നി. തനിക്കൊപ്പം അവളെ ചേർത്ത് വെക്കാൻ അവരത്രമാത്രം കൊതിച്ചിരുന്നു. എത്രയെത്ര പ്രാർത്ഥനകൾ ആ പേരിൽ ദൈവത്തിലേക്ക് എത്തിയിരിക്കും. പ്രതാപ് വർമ്മയും രവിവർമ്മയും സുധീഷ് വർമ്മയും ഓടിത്തളർന്നിട്ടും വാശിയോടെ വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്തുകൊണ്ട് ഓടി നടക്കുന്നുണ്ട്. കണ്ണൻ അവരോട് സഹതാപം തോന്നി. എന്നിട്ടും പക്ഷേ പുറമേ കാണിച്ചില്ല. ഗൗരവത്തിന്റെ നേരത്തെ പടച്ചൊട്ട കൊണ്ടുള്ളിലെ സന്തോഷവും സമാധാനവും മറച്ചു പിടിച്ചു. ഡാ എത്തി, ഹരി ആവേശത്തിൽ പറഞ്ഞു കേട്ടപ്പോഴാണ് കണ്ണന്റെ കണ്ണുകൾ വീണ്ടും പിൻവലിഞ്ഞത്. ആദ്യം ഡോറ് തുറന്നിറങ്ങിയത് അജുവാണ്. ഹരി ധൃതിയിൽ അങ്ങോട്ട് ചെല്ലുന്ന കണ്ടിരുന്നു. സീതയുടെ കൈ പിടിച്ചുകൊണ്ട് ഇറക്കിയത് അവനാണ്. നോട്ടങ്ങൾ ഇടഞ്ഞ നേരം കണ്ണന് ശ്വാസം മുട്ടി. അത്രമാത്രം സുന്ദരിയായി അവൻ സീതയെ കണ്ടിട്ടേയില്ലായിരുന്നു. സീതയുടെ അവസ്ഥയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അതുവരെയും സംഭരിച്ച ധൈര്യമൊന്നും പോരാതെ വന്നു. കണ്ണൻ കണ്ണുകൊണ്ട് ക്ഷണിച്ചപ്പോൾ സീത പതിയെ മുന്നോട്ട് ചുവടുകൾ വെച്ചു. ഹരിയുടെ അവസ്ഥ അതിനേക്കാൾ കേമമായിരുന്നു. വിളറി വെളുത്ത പാറുവിന്റെ മുഖത്തേക്ക് അവന്റെ നോട്ടം ഇടതടവില്ലാതെ ഓടിച്ചെല്ലും. അപ്പോഴൊക്കെയും ഒരു കുടം മഞ്ഞിൽ അവനൊന്നായി പുതഞ്ഞതുപോലെ കുളിർന്നു. തൻ്റെ ഉള്ളം തണുപ്പിച്ച തണുപ്പും ഉള്ളുപൊള്ളിച്ച വേനലുമായൊരുവളാണ് മുമ്പിൽ. ആർഭാടങ്ങളൊട്ടുമില്ലാതെ തൻ്റെ സ്വന്തമാകുവാൻ വാരിയണച്ച് നെഞ്ചിൽ ചേർക്കാനുള്ള തൃഷ്ണ ഹരി പ്രയാസപ്പെട്ടുകൊണ്ടാണ് അടക്കിയത്. അപ്പോഴേക്കും പാറു വിറച്ചു തുടങ്ങിയിരുന്നു. ഹരിക്കത് കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. ഇപ്പോഴേ വിറച്ച് വീഴലെൻ്റെ പാറു. ഞാൻ ഒരുപാട് കൊതിച്ചു കിട്ടിയൊരവസരമാണ്. അവളുടെ നേരെ നോക്കി ചിരിയോടെ ഹരി പറഞ്ഞതും പാറുവിൻ്റെ മുഖം കൂടുതൽ കുനിഞ്ഞു. വാ, അവളെ വിളിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം
നാളെ ഇതേ സമയം. ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ രാഖി നായർ എഴുതിയതിൽ വെച്ച് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അവർ പറഞ്ഞ സർപ്പഗന്ധി എന്ന റൊമാൻറ്റിക് ലവ് സ്റ്റോറി ആരംഭിക്കുന്നതാണ്.